മൈ ഡിയർ സ്റ്റുഡൻസ്, 72+ മാർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു 72+ മാർക്ക് മേടിക്കുക എന്നുള്ളത് കേട്ടോ. ഹിയർ വി ഗോ. നമുക്ക് ആദ്യം ചോദിക്കുന്നത് നോക്കൂ, ഒരു പാരഗ്രാഫ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിന്റെ ക്വസ്റ്റ്യൻ അല്ലെ, ചാപ്റ്റർ. ഗാന്ധി എന്ന് കണ്ടാൽ തന്നെ ആ ഗാന്ധിന്റെ ചാപ്റ്റർ ചെയ്ത് വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഗാന്ധി എന്ന് വന്നു, ചാപ്ലിൻ എന്ന് വന്നു. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ മനസ്സിലായല്ലോ, ആ ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. ദെൻ ഈ വർഷത്തെ പാറ്റേൺ ആണ് എന്ത്, ചോദ്യം ചോദിക്കുന്ന ഓപ്ഷൻ തരുന്നത് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഗാന്ധി എഗ്രി ചെയ്തത് ചാപ്ലിനെ മീറ്റ് ചെയ്യാന്ന്? കാരണം നോക്കൂ, ഹി വാസ് എ മാൻ ഹു ലീവ്ഡ് ഫോർ ദ ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരന് വേണ്ടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ പിന്നെ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് വാട്ട് വാസ് ദ കൊറി മെയ്ഡ് ബൈ ഗാന്ധി? ചാപ്ലിനെ കുറിച്ച് മൂപ്പർ അന്വേഷിച്ചത് എന്തായിരുന്നു? ഗാന്ധി ചോദിച്ചു അല്ലേ, എന്താണ് ചോദിച്ചത്? ഹു വാസ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ചോദ്യമായിരുന്നു. ആരാണ് ആ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇത് എഴുതി വെക്കുക. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മളത് എഴുതി വെക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, ഞാൻ എല്ലാം ഷടപടേച്ചിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കാര്യം ഇതൊരു നമുക്കൊരു ഒരു സപ്പോർട്ടാവും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതൊക്കെ കേട്ടോ. വാട്ട് വാസ് എ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ചാപ്ലിൻ? ഗാന്ധിൻ്റെയും ചാപ്ലിൻ്റെ ഇടയിലുള്ള ആ ഒരു ടോപ്പിക് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിൻ്റെ റെസിസ്റ്റൻസ് ടു മെക്കാനൈസേഷനെതിരെ മൂപ്പർ എതിരായിരുന്നു കേട്ടോ. മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നതിന് എതിരായിരുന്നു എന്ന്. ക്ലിയർ, മെഷീൻസ് ഉപയോഗിക്കുന്നതിന് എതിരായിരുന്നു എന്ന്. അടുത്തത്, ഹൗ ഡിഡ് ഗാന്ധി റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് ഓഫ് ചാപ്ലിൻ? ചാപ്ലിൻ്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി കൊടുത്തത് എന്നുള്ളത് പറയുന്നതാണ് കേട്ടോ. അദ്ദേഹം എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ദ ക്വസ്റ്റ്യൻ ഡിലൈറ്റഡ് ഗാന്ധി ഹു എക്സ്പ്ലെയിൻ ടു ഇൻ ഡീറ്റെയിൽ അല്ലേ, ഡീറ്റെയിൽ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മറുപടി കൊടുത്തത്. ഒരു മാർക്കാവുമ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്തത്, ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് ദി വെർബ് ഫ്രേസ്. ഈ സെന്റൻസ്, താഴെ കൊടുക്കുന്ന സെന്റൻസിലുള്ള നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡന്റിഫൈ ചെയ്യാനാണ്. നോക്കൂ, ഇവിടുന്ന് തുടങ്ങുന്നത് കേട്ടോ സെന്റൻസ്. ദ റിനൗണ്ട് ഫിലിം മേക്കർ ചാപ്ലിൻ, ഇതാണ് ഇതിലെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് കേട്ടോ. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഹാഡ് എവിഡന്റ്ലി ഹേർഡ് ഓഫ് ഗാന്ധീസ് സ്പിന്നിങ് വീൽ എന്ന് പറയുന്ന ഇതാണെന്ത്, വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു നൗണിൽ തുടങ്ങുന്നത് നൗൺ ഫ്രേസ്, വെർബ് കൊണ്ട് തുടങ്ങിയാൽ അത് വെർബ് ഫ്രേസ് ആണ്. ഈസി. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊരു ഡീറ്റെയിൽ, ഡിഫറെൻറ്റ് പാസേജും വരാൻ സാധ്യതയുള്ള പാസേജ് ഏതാന്നുള്ളതും ഒക്കെ 100% ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് 7:30 ലൈവിൽ വരുന്നത്. അതിലേക്ക് വായോ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇത് 100% ഉറപ്പുള്ളതാണ്, ഷുവറാണ്. ഇത്തവണ വരാൻ വേണ്ടി പോകുന്ന പോം ബേസ്ഡ് ക്വസ്റ്റ്യൻ നത്തിങ് ട്വൈസ് തന്നെയാണ് വരുന്നത്. ഷുവറാണ്, ഗ്യാരണ്ടി ആണ്, നോ ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വേർഡ് തന്നുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് ചോദ്യം ചോദിക്കുകയാണ്. വൈ ഡസ് ദ പോയിന്റ് യൂസ് റെഫറൻസ് ഓഫ് ദി റോസ് ആൻഡ് റോക്ക് എന്ന് പറയുന്നുണ്ട്. എന്താ റോസും റോക്കും? റോസ് എന്തിനെ കാണിക്കുന്നതാണ്? ബ്യൂട്ടീനെ കാണിക്കുന്നതാണ് റോസ് എന്ന് പറയുന്നത്. അല്ലേടാ, റോസ് എന്തിനെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭംഗീനെ കാണിക്കുന്നതാണ് റോസ് എന്ന് പറയുന്നത്. എന്നാലോ ഈ റോക്ക് എന്തിനെ കാണിക്കുന്നതാണ്? റോക്ക് എന്തിന്? സസ്റ്റൈനബിലിറ്റി അല്ലെ. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? ഡ്യൂറബിലിറ്റി. നമുക്ക് ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നതാണ് എന്ത്? ഡ്യൂറബിലിറ്റി. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ കാണിക്കുന്നത്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ബ്യൂട്ടി ആൻഡ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പറ, ലൈഫ് എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ. അൺപ്രഡിക്റ്റബിൾ ആണ്. എന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെ എന്താണ് നമുക്ക് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് എങ്ങനെ എഴുതി വെക്കാൻ പറ്റും കേട്ടോ. അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന സംഗതിയിലേക്കാണ് പോകുന്നത്. അടുത്ത്, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഓഫ് ഫ്ലീറ്റിംഗ് ഡേ ഇംപ്ലൈ? എന്താണ് ഇതിലൂടെ ഫ്ലീറ്റിംഗ് ഡേ കൊണ്ട് ഉദ്ദേശം എന്താണ്? ദ ട്രാൻഷ്യന്റ് നാച്ചർ ഓഫ് ടൈം ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച് ഉണ്ട്. ദ പെർമനൻസ് ഓഫ് ദി ടൈം ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച് ഉണ്ട്. ദ ടെൻഡൻസി ടു അവോയ്ഡ് ദ പാസേജ് ഓഫ് ടൈം ഉണ്ട്. എസെൻസ് ഓഫ് ലോസ് ഉണ്ട്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. ഏതാണത്? പറ. ദ ട്രാൻഷ്യന്റ് അല്ലേ, ദ ട്രാൻഷ്യന്റ് നാച്ചർ ഓഫ് ടൈം ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച് അല്ലേ. സമയം മാറിക്കൊണ്ടിരിക്കും, അതിലെ ഓരോ മാറ്റങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഫ്ലീറ്റിംഗ് ഡേ അല്ലെ, ഫ്ലീറ്റിംഗ് ഡേ, സമയം പോയിക്കൊണ്ടിരിക്കും, നമ്മൾ മാറ്റങ്ങൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്തേ പറ്റൂന്ന്. ഐ കാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എനിക്ക് ക്ലോക്കിലേക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല. വൈ ഡസ് ദ പോയിന്റ് സേ സോ അല്ലെ. എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്താ കവി അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ഈ സമഗ്രേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. I can't help looking the clock. Why does this say so? അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? എല്ലാം എന്താണ്? ടൈം ഈസ് പാസിംഗ് അല്ലേ. ടൈം ഈസ് പാസിംഗ്. സമയം എന്താണ്? പറ, കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഈസ് പാസിംഗ് എന്ന് പറയുന്ന സാധനം കൊടുത്താൽ മതി. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ സമയം നോക്കി നിൽക്കാൻ പറ്റൂല എന്ന്. ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ലൈൻ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ എന്ന് പറയുന്നുണ്ട് അല്ലേ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ അല്ലേ. ഇന്ന് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ട്
കൊടുക്കൽ ആരാണ് പറയാം? വ്യക്തികൾ. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റും നമുക്ക് ഇവിടെ കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്തത് നത്തിങ് ടോയ്സ് എന്നുള്ള ഒരു ഇത് വായിക്കാൻ, എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യണം? അപ്രീസിയേഷൻ എഴുതാനാട്ടോ മക്കളെ. എങ്ങനെ അപ്രീസിയേഷനും എഴുതണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ നത്തിങ് ടോയ്സ് എന്ന് ചോദിച്ചാൽ എങ്ങനെ അപ്രീസിയേഷൻ എഴുതണം എന്നുള്ളത് ഇന്ന് രാത്രി 7:30 ലൈവിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ലൈവിലേക്ക് ഫ്രണ്ട്സിനെയും കൂട്ടി വായോ. നമ്മൾ പറയുന്ന അപ്രീസിയേഷൻ ഇതാണ് വരുന്നത്. 100% ഷുവറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അപ്രീസിയേഷൻ ഇത് തന്നെയാണ് വരുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനിക്കും അറിയാം. പക്ഷേ ഇതെങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? എഴുതണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് എഴുതിയ മാർക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ 7:30 ലൈവിൽ പറയുന്നുണ്ട്. അതിലേക്ക് വായോ, നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു പാസേജ് വായിക്കുക. ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ബിലോ അല്ലെ. മെനി ഇയേഴ്സ് എഗോ എ സ്പാനിഷ് ഓഫീസർ നെയ്മഡ് കൊറോണാഡോ അല്ലെ, കൊറോണാഡോ എന്ന് പറയുന്ന ആൾ ഹേർഡ് ദ സ്റ്റോറി ഓഫ് 7 ഗ്രേറ്റ് സിറ്റീസ്. ഹിസ് ഫ്രണ്ട്സ് ടോൾഡ് ഹിം ദാറ്റ് ദി വാൾസ് ഓഫ് ദീസ് സിറ്റീസ് ആർ മെയ്ഡ് ഓഫ് ഗോൾഡ് ആൻഡ് ദി പീപ്പിൾ ഈറ്റ് മീറ്റ് ഫ്രം ദി ഗോൾഡൻ പ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ വലിയൊരു മല ഉണ്ട്, അവിടെയുള്ള ആളുകൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ഗോൾഡൻ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കഥ പറയുന്നുണ്ട്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. എപ്പോഴും തെറ്റരുത് കേട്ടോ. ഇത് മാത്രം എഴുതിയാൽ പോരാ. ഇതിൽ നിന്ന് ABC കണ്ട് ദ സിറ്റീസ് വർ ടൈഡി ആൻഡ് ബ്രൗൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൺലി സി ആണ് കറക്റ്റ്, ബോത്ത് എ ആൻഡ് സി ആണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ നിന്ന് വരും? നിങ്ങളത് വായിച്ച് നോക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ വായിക്കാൻ നിൽക്കരുത്. കൂൾ ഓഫ് ടൈമിൽ നമുക്ക് എവിടെ പോകണമെന്ന് അറിയോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഗ്രാമറിൻ്റെ പോർഷനിൽ കയറി പോരണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഐഡിയ എന്ന് കാണിച്ചു തരാം. ദെൻ 15 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഒരു ഷോർട്ട് എസ്സേ എഴുതാനാണ്, ഷോർട്ട് എസ്സേ. അപ്പം ഇവിടെ ഒരു പ്രത്യേകത കേട്ടോളൂ. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിലേടാ, ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അത് ഞാൻ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഷോർട്ട് സമ്മറി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അതിൽ നിന്ന് റൈറ്റപ്പ് ചോദിക്കാം, അതിൽ നിന്ന് അല്ലെങ്കിൽ എസ്സേ ചോദിക്കാം, അതിൽ നിന്ന് അല്ലെങ്കിൽ നെറേറ്റീവ് ചോദിക്കാം. എന്ത് വന്നാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എഴുതി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള, എന്ത് വന്നാലും എഴുതി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഷോർട്ട് സമ്മറി ഇന്ന് രാത്രിയത്തെ ലൈവിൽ ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് വായോ, നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. ബൈ ദ വേ, ഇവിടെ നോക്കൂ നിങ്ങൾ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ എയും ബിയും രണ്ടും കൂടെ എഴുതി വെക്കണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ ഷോർട്ടസ്റ്റ് എഴുതണം, അല്ലെങ്കിൽ എന്താണ്? ദ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ദ ടോയ്ലറ്റ് ഫൈൻഡ്സ് ടോയ്ലറ്റ് ആസ് എ പ്ലേസ് ദാറ്റ് സേഫ് ഗാർഡ്സ് ഹെർ അല്ലേ, തന്നെ പ്രൊട്ടക്ട് ചെയ്തൊരു സ്ഥലമാണ് ആര്, ഏതെന്ന് പറയുന്നത്? ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോസ്റ്റർ ഹെർ ക്രിയേറ്റിവിറ്റി അല്ലേ, തൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഉയർത്തിയതൊക്കെ എന്താണ്? ആ ടോയ്ലറ്റ് ആണ്. ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ദ സ്റ്റോറി പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി. 100% ഞാൻ പറയുന്നു, ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% ഷുവറാണ് റിവ്യൂ വരാനുള്ളത്. നോക്കിക്കോളൂ, 100% ഷുവറാണ്. ഇതേ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് സാർ എഴുതുക എന്നുള്ളത് ഇന്ന് രാത്രിക്കത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് എഴുതി വെച്ചാൽ മതി. ആ 7:30 നിങ്ങൾ വായോ, അത് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ആ 7:30 ഞാൻ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. റിവ്യൂ തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അടുത്തത്, ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് ബുക്ക് ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. ശ്രദ്ധിക്കണേ. എയിം ഓഫ് ദി ഫെസ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ദ ബുക്സ് ഓഫ് ഫേമസ് നോവൽ അല്ലേ. അപ്പോൾ കുറേ ആളുകൾക്ക് ഇതിൽ ഇവന്റ് ഇൻവിറ്റേഷൻ എങ്ങനെ നടത്താമെന്ന് അറിയില്ലാന്ന്. ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? നോബൽ ലോറിയേറ്റ് ടു ദ സ്റ്റുഡൻസ് അല്ലേ, ഫേമസ് നോബൽ ലോറിയേറ്റ്സ് ടു ദ സ്റ്റുഡൻസ് പ്രിപ്പയർ ഇവന്റ് ഇൻക്ലൂഡിംഗ് ഓൾ ഡീറ്റെയിൽസ് from the purpose. നോക്കിക്കോളും. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. ദ എയിം ഓഫ് ദി ഫെസ്റ്റ്, ഈ ഫെസ്റ്റിന്റെ എയിം എന്താണ്? ഇൻട്രൊഡ്യൂസ് ദ ബുക്ക് ഓഫ് ഫേമസ് നോബൽ ലോറിയേറ്റ്സ് അല്ലേ, ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ പിന്നെ ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു പരിപാടി നടത്തുന്നത്. പ്രിപ്പയർ ആൻ ഇവന്റ് ഇൻവിറ്റേഷൻ ഇൻക്ലൂഡിങ് ഓൾ ദ ഡീറ്റെയിൽസ് അല്ലേ, എല്ലാ ഡീറ്റെയിലും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ എഴുതണം. അത് ഞാൻ ഇന്ന് രാത്രിയത്തെ ലൈവിൽ പറയുന്നുണ്ട്. അത് അതുപോലെ എഴുതി വെച്ചാൽ മതി. വേറെ നിങ്ങൾ അതിൽ ഒന്നും കൂട്ടണ്ട. ഈ ക്വസ്റ്റ്യൻ എടുത്താൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരും കേട്ടോ. ബൈ ദ വേ, ഈ പാരഗ്രാഫ് ചിത്രം നോക്കിയിട്ട് പാരഗ്രാഫ് എഴുതാനല്ലേടാ, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒന്നുകിൽ റീഡ് ദ ഗിവൺ ബിലോ അല്ലെ, റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ദ സ്റ്റോറി ദ ടോയ്ലറ്റ്, റൈറ്റ് എ പാരഗ്രാഫ് ദാറ്റ് മീനിങ്ഫുള്ളി കണക്ട്സ് ദ പിക്ചർ വിത്ത് ദ തീംസ് ആൻഡ് എക്സ്പീരിയൻസ് പ്രസന്റഡ് ഇൻ ദ സ്റ്റോറി. കണ്ട, ഇവിടെ അവൾ ഇരിക്കുന്ന സമയത്തില്ലേ ഡോഗിന്റെ കാര്യമല്ലേ അവിടെ പറയുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അത് എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷോർട്ട് സമ്മറി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നൈറ്റിൽ 7:30 അതിലേക്ക് നിങ്ങൾ വരണം. ഞാൻ വീണ്ടും പറയുന്നു, ആ ലൈവ് ഒരു അമേസിങ് സാധനമായിരിക്കും കേട്ടോ. അടുത്തത്, ഒരു പാസേജ് വായിക്കുക. അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് 4 ഉണ്ടാക്കാനാണ് പറയുന്നത്.
ഓക്കെ, ഇവിടെ ഇതിന്റെ ബാക്കിയും കൂടെ ഉണ്ട് കേട്ടോ. റിവീൽ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഐഡിയ ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി പാസേജ്. ഹൈ ബിൽഡിങ്സ്, ഇനി നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, അതാണ് നോക്കിക്കോളൂ കേട്ടോ. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ, അല്ലേ? ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ പാരഗ്രാഫ് ചുമ്മാ ഒന്ന് വായിച്ചു. ഓക്കെ, ശ്രദ്ധിക്കാം. എത്രാമത്തേയിരുന്നു അവിടെ? 17-ാമത്തത് അല്ലേ? 17-ാമത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ശ്രദ്ധിക്കാം. Yes, high buildings had taken over the streets surged with children and distributing noises shook her. Then disturbing noises shook her. Disturbing ആയിട്ടുള്ള നോയ്സസ് എന്ത് ചെയ്തു? അവളെ ഒന്ന് വിറപ്പിച്ചു. അപ്പൊ അവളെ വിറപ്പിച്ചത് എന്താണ്, അല്ലേ? അപ്പൊ എങ്ങനെ ചോദിക്കല്? ഡിസ്റ്റർബിങ് നോയ്സസ്, പിന്നെ ഷുക്ക് ഹെർ. വാട്ട് ഡിഡ് ഷേക്ക് ഹെർ? അവൾ എന്താണ് വിറപ്പിച്ചത്? അങ്ങനത്തെ ഒരു ചോദ്യം അങ്ങ് ചോദിക്കാൻ പറ്റൂട്ടോ. അടുത്തത്, there was the band announcing the opening of the circus. There was a band. അവിടെ what was there? അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഒരു ബാൻഡ്. അങ്ങനെ ഒരു ചോദ്യം എഴുതി വെക്കാൻ പറ്റൂട്ടോ. Announcing the opening of a circus. What was the band doing? എന്തായിരുന്നു ആ ബാൻഡ് ചെയ്തത്? They were announcing the opening of a circus എന്നല്ലേ? With clouds and weightlifters walking in front, അല്ലേ? അപ്പൊ with clowns and weightlifters. അപ്പൊ ആ ഒരു പിന്നെ നമ്മളെ ബാൻഡിന്റെ കൂടുതൽ എന്താ ഉണ്ടായിരുന്നത് അങ്ങനെ ചോദിക്കാൻ പറ്റും കേട്ടോ. ലൈൻ ഓഫ് ട്രക്ക് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്. അവിടെ ഒരു പിന്നെ ട്രക്ക് ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് സെക്യൂരിറ്റികൾ എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്ത് പോകേണ്ടിയിരുന്നു. അപ്പൊ ചോദ്യം ഇങ്ങനെ ഉണ്ടാവില്ല നോക്കൂ. വാട്ട് വേർ ദ, അല്ലേ, തിങ്സ് ക്യാരിങ് ഇൻ ദ ലോറി. ആ ലോറിയിൽ എന്തൊക്കെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രക്കിൽ എന്തൊക്കെയാണ് ക്യാരി ചെയ്തിരുന്നത് എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾ എഴുതി വെക്കുക. ഇനി എങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു നേക്ക് ഉണ്ട് കേട്ടോ. ആ നേക്ക് കാസ്മോ ആസ്മോ എന്ന് പറയുന്ന നേക്കാണ്. കാസ്മോ ആസ്മോ. ഈ നേക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇന്ന് രാത്രി 7:30 ലൈവിലാണ്. നിങ്ങൾ വായോ അവിടേക്ക് കേട്ടോ. പിന്നെ അടിയിലെ ഇതിൻ്റെ ഒരു ഓപ്ഷന് മറ്റൊരു സാധനം ഉള്ളത് എന്താണ്? 18-ാമത്തെ ചോദ്യം നോക്കൂ. ഈ വിഷ്വൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾ തയ്യാറാക്കണം. 9ാം ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ എഴുതിക്കുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ മലയാളം കിട്ടിയാൽ ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്നുള്ളതൊക്കെ ഞാനൊന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മലയാളം അറിയാം അല്ലെ? ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു അല്ലെ? റിഫ്ലക്സ് ഹ്യൂമൻ ഇമോഷൻസ് ആണ് അതിൽ കാണിക്കുന്നത്. റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻ എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് സ്റ്റോറി എഴുതണം എന്നുള്ളതാണ്. എങ്ങനെ എഴുതണം എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇനി ക്യാരറ്റ് സ്കെച്ച് ഓഫ് ദി നെറേറ്റർ. ഏതാണ് ക്യാരറ്റ് സ്കെച്ച്? ക്യാരറ്റ് സ്കെച്ച് ആരതാണ് ഈ പറഞ്ഞിട്ടുള്ളത്? ദ സ്റ്റോറി ഹാഫ് എ ഡേ എന്ന് പറയുന്നതിലെ അല്ലേ, നമ്മുടെ നഗീബ് മഹ്ഫൂസിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നഗീബ് മഹ്ഫൂസിൻ്റെതാണെങ്കിലും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത്തവണത്തെ 9ാം ക്ലാസ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ പിന്നെ ടോയ്ലറ്റിന്റെ ഓദർ താട്ടോ. ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേടാ അതിന്റെ ഓദറുടെ പേരാണ്, ആ ഓദറുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് എന്ത് ചെയ്യുന്നത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ടോയ്ലറ്റിലെ മെയിൻ ക്യാരക്ടർ ഉണ്ടാവില്ലേ, അയാളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് എന്ത് ചെയ്യുന്നത് ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബൈ ദ വേ ശ്രദ്ധിക്കുക. ദ ഫീലിംഗ് ഓഫ്, അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ 100% എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. ഇത് എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ രാത്രി ലൈവിൽ കാണിച്ചു തരാം. സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. ഇനി നോക്കിക്കോളൂ കേട്ടോ. സ്പീച്ച് റിയലി ഇംപ്രസ് റിയൽ യു ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഷെയറിംഗ് ദ ഇൻസൈറ്റിംഗ് ഡേ ഓഫ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രണ്ട്സിന് അയക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഇമെയിലാണ്. അത് എന്ത് എഴുതണം എന്നുള്ളത് ഞാനാണ്ട് പറഞ്ഞുതരും. അതാണ്ട് എഴുതി വെച്ചാൽ മതി. ഒരു ഫ്രണ്ട്ലി ഇമെയിൽ ഞാൻ പഠിപ്പിച്ചു തരും. അത് അതുപോലെ എഴുതി വെച്ചാൽ മതി. 7:30 ലൈവിലാട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. ബൈ ദ വേ നോക്കൂ നിങ്ങൾ. അടുത്തൊരു ചോദ്യം 20ാമത്തെ ചോദ്യമാണ്. എന്താണ് 20ാമത്തെ ചോദ്യം? സ്പീച്ച് എഴുതാനായിരിക്കുമല്ലോ അല്ലേ? സ്പീച്ച് എഴുതാൻ, ടു ബി ഡെലിവേർഡ്, ഒരു സ്പീച്ച് എഴുതാൻ. 21ാമത്തെ ചോദ്യം എന്താ ഉള്ളതെന്ന് അറിയോ? ഒരു ടെക്സ്റ്റ് ഓഫ് ദി സ്പീച്ച് എഴുതാനാണ്. അപ്പൊ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ 100% സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുകയെ. അപ്പൊ ഈ 100% ഷുവറായിട്ടുള്ള സ്പീച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ എഴുതും? 7:00 ലൈവിൽ ഞാൻ പറയും എന്ത് എഴുതണം എന്നുള്ളത്. ഇത് 100% ഉറപ്പാണ്. ഞാൻ 7:00 പറഞ്ഞുതരും. അത് ഉത്തരം ഞാൻ തരുന്നത് ഉത്തരമായിരിക്കും. നിങ്ങൾക്ക് നാളെ കൊണ്ടുപോയി അതങ്ങോട്ട് എഴുതി വെക്കാന്നാ ഞാൻ പറഞ്ഞത്. തമാശ അല്ല പറയേണ്ടത്. നാളെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാൻ വേണ്ടി പോകുന്നത് ഞാനിന്ന് 7:00 പഠിപ്പിക്കുന്ന ആ ഒരു സ്പീച്ചാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അടുത്തത് ഇതെന്താ സാർ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതുക? എന്ത് വന്നാലും എഴുതി വെക്കാൻ പറ്റുന്ന ഒരു കോമൺ ഫോർമാറ്റ് എന്തിനുണ്ട് മക്കളെ? ഒരു കോമൺ ഫോർമാറ്റ് സ്പീച്ചിനുണ്ട്. എവിടെ സംസാരിച്ചാലും ശരി ഈ കോമൺ ഫോർമാറ്റ് എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അത് ഗാന്ധി അല്ല, ഗാന്ധിനെ കുറിച്ച് പറഞ്ഞ നിങ്ങളല്ല, നിങ്ങളെ സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ല, ആര് പറഞ്ഞാലും അത് പ്രസംഗിക്കാൻ പറ്റൂ കേട്ടോ. അടുത്തത്
പ്രൊഫൈല് ഞാൻ വീണ്ടും പറയുന്നു, 10ാം ക്ലാസ്സിൽ ഇത്തവണ എക്സാമിന് എന്ത് ചെയ്തില്ല, പ്രൊഫൈല് ചോദിച്ചില്ല, മറിച്ച് എന്ത് ചോദിച്ചു എന്ന് അറിയോ, ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്ന സംഗതിയിലേടാ, അതാണ് ചോദിച്ചത്. ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത് അത് എന്താന്ന് ചോദിച്ചാൽ പ്രൊഫൈലിൻ്റെ ഒരു മൂത്താപ്പാൻ്റെ മോനാണ്, കുറച്ചും കൂടെ കൂടുതൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്തുകൊണ്ട് അതിൽ എന്ത് ചെയ്യണം, പറയണം എന്നുള്ളതാട്ടോ ഈ ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പം അതിന് ഇതുപോലെ ഹിൻസ് ഉണ്ടാവും, അത് നമ്മൾ കുറച്ച് കൂട്ടി എന്ത് ചെയ്യണം, എഴുതുക എന്ന് പറയുന്നതാണ്. അതെങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ചെറിയ വീഡിയോയിൽ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ടേബിൾ ഉണ്ടാവും, ആ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ എഴുതണം. അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നത് തന്നെയാണ് അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. വീണ്ടും പിന്നെ ഒരു ഗ്രാമറിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാമറിലേക്ക് എന്ത് ചെയ്യാണ്, കയറി തുടങ്ങുകയാണ് എന്ന്. ക്ലിയർ അല്ലേ മക്കളെ? ആർ യു ഷുവർ ദർ ഇസ് നത്തിങ് മിസ് അല്ലേ, നിങ്ങൾക്ക് ഉറപ്പാണോ, പ്രത്യേകിച്ചൊന്നുമില്ലാന്ന്? നോ ഫാദർ, ഇറ്റ്സ് ഓൾ വെൽ അല്ലേ, എല്ലാം ഉഷാറാന്ന് ഡോക്ടർ പറയാണ്. അപ്പൊ ആർ യു ഷുവർ, അപ്പൊ ഫാദർ ആസ്ക്ഡ് അല്ലേ, ഫാദർ നോക്കൂ നിങ്ങൾ, ഫാദർ ആസ്ക്ഡ് ഡോട്ടർ, ആരോടാ ചോദിച്ചത് പറ, ഡോട്ടറോട് ചോദിച്ചു. ആസ്ക്ഡ് ഉണ്ട് കേട്ടോ, ആസ്ക്ഡ് ഡോട്ടർ, ഡോട്ടറോട് ചോദിച്ചു. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതല്ലേ മക്കളെ. ഇവിടെ നോക്കൂ, ആർ യു ഷുവർ അല്ലേ, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഫോർമാറ്റ് ആണ് ആസ്മോ എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴേ ഒരു ഈഫ് ഇട്ടതിന്റെ ശേഷം എ അങ്ങോട്ടും എസ് ഇങ്ങോട്ടും ഇട്ടാൽ റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ട, ഫാദർ ആസ്ക് ഡോട്ടർ ഈഫ് എന്ന് ഇട്ടു. ക്ലിയർ അല്ലേ? ഈ ആർ അങ്ങോട്ടും യു ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പൊ യു അല്ല ആദ്യം എഴുതേണ്ടത്, പറ യു ആരാണ്, ഡോട്ടർ അല്ലേ. അപ്പൊ ഇഫ് ഷീ അല്ലേ, ഇനി ആർ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പോണ്ടേ, അപ്പൊ വാസാണ് വരിക, ഷീ വാസ്, കാരണം ഷീ ഒരാളുള്ളൂ. ഇഫ് ഷീ വാസ് ഷുവർ ദർ വാസ് നത്തിങ്, ദർ ഈസ് എന്തായി മാറും, പറ ദർ ഈസ് എന്തായി മാറും മക്കളെ, പറ ദർ വാസ് ആയി മാറും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഡോട്ടർ റിപ്ലൈഡ് നെഗറ്റീവ്ലി അല്ലേ, ഡോട്ടർ റിപ്ലൈഡ് നെഗറ്റീവ്ലി, ഓൾ വാസ് വെൽ, ഓൾ വേർ വെൽ, എല്ലാം പറ നന്നായിരുന്നു, അല്ലെങ്കിൽ ഓൾ ഈസ് വെൽ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലതിനാണ് എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതൊരു പൊതു സത്യമാണ്, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കുക. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന പാസേജ് എന്തിനാണ് എഡിറ്റ് ചെയ്യാൻ. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടുക്ക് അല്ല, ഹാഡിന് ശേഷം V3 ഉപയോഗിക്കണം അല്ലേ. അപ്പൊ ഹാഡ് ടേക്കൺ എന്ന് പറയുന്നതാണ് ഉത്തരം വന്നത്. ഓവർ ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ദ ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് അല്ലേ, നോയ്സസ് ഷുക്ക് ദ എയർ ആണ്, ഷെയ്ക്കൺ അല്ല, എന്താ വന്നത് പറ, ഷുക്ക് ദ എയർ, ആ എയറിനെ എന്ത് ചെയ്തു, കുലുക്കി കളഞ്ഞു എന്ന്. എ ബാൻഡ് അല്ലെ, എ ബാൻഡ്, ഒരു ബാൻഡ് ഉള്ളൂ, എ ബാൻഡ് വാസ്, കാര്യം ഇവിടെ പാസ്റ്റ് അല്ലേ വന്നത്, അതുകൊണ്ട് ഇപ്പുറത്ത് പാസ്റ്റ്. എ ബാൻഡ് വാസ് അനൗൺസിങ്, നോക്കൂ എ ബാൻഡ് എവിടെ ഇപ്പത്, അല്ല കഥ. Yes, a band was announcing the opening of a circus ആണ്, ആനല്ല a circus ആണ് കേട്ടോ, a circus with clowns and weightlifts അല്ലേ, walking in front, walked അല്ല, weight lifters walking ആണ് കേട്ടോ, walking in front ആണ് എന്ന്, walking in front. എ ലൈൻ ഓഫ് ട്രക്സ് അല്ലേ, ട്രക്കാണ്, ട്രക്ക് ഇങ്ങനെ ഒരു വ്യക്തി ആവില്ലല്ലോ, അതുകൊണ്ട് ഹൂ തെറ്റാണ്, ദാറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്കിന്ന് പഠിക്കാം കേട്ടോ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൊന്ന് പഠിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അപ്രോപ്രിയേറ്റ് ഫോം ഫ്രേസൽ വെർബ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഫ്രേസൽ വെർബ് എങ്ങനെ എഴുതണം എന്നുള്ള കേട്ടോ. ഫ്രേസൽ വെർബ് എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണേ, നമ്മൾ ആദ്യം ഇത് എഴുതി വെക്കണം. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, സപ്രസ് ചെയ്യുക, എന്താണ് പറ, സപ്രസ്, അതാണ് പുട്ട് ഡൗൺ. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താ ചെയ്യുക പറ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, റിജക്റ്റ് ചെയ്യുക, ടേൺ ഡൗൺ. സെറ്റ് ഓഫ് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ട് എ ജേണി ആണ് കേട്ടോ. ഗോ ഓൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, കണ്ടിന്യൂ എന്ന് പറയുന്ന അർത്ഥമാണ്. പുട്ടപ്പ് വിത്ത് പറഞ്ഞാൽ ടോളറേറ്റ് എന്ന് പറയുന്ന അർത്ഥം കേട്ടോ, ടോളറേറ്റ് എന്ന് പറയുന്ന അർത്ഥമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വായിച്ചു നോക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഗാന്ധിജി എന്ത് ചെയ്തു പറ, ഗാന്ധിജി ഡേഷ് ടു ഇംഗ്ലണ്ട്, ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്തു, പോയി എന്നല്ലേ പറയേണ്ടത് മക്കളെ. വളരെ 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 ഈസി ആയിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗാന്ധിജി സെറ്റ് ഓഫ്, ഗാന്ധിജി സെറ്റ് ഓഫ് ആട്ടോ, ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി സെറ്റ് ഓഫ് ടു ഇംഗ്ലണ്ടിലേക്ക് പോയി. ആൻഡ് അറ്റൻഡഡ് മെനി മീറ്റിംഗ് അറേഞ്ച്ഡ് ഇൻ ഹിസ് ഹോണർ അല്ലെ, അദ്ദേഹത്തിന്റെ ഓണറിൽ അറേഞ്ച് ചെയ്തിരുന്ന ഒരുപാട് മീറ്റിംഗ് എന്ത് ചെയ്തു, അദ്ദേഹം അറ്റൻഡ് ചെയ്തു. വൈൽ അറ്റൻഡിങ് എ മീറ്റിംഗ് ഇൻ മോളി കോളേജ് ഹാൾ, അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഹി ഡാഷ് ഹിസ് വ്യൂസ്, എന്താ ഹി ഡാഷ്, ഹി കമ്മ്യൂണിക്കേറ്റഡ് അല്ലേ. അപ്പൊ എന്താ കമ്മ്യൂണിക്കേറ്റഡ് എന്ന് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പുറത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, സോറി, എവിടെയാണ് പറ, പുട്ട് അക്രോസ് അല്ലേ മക്കളെ. അപ്പൊ ഉത്തരം എന്താ വന്നത് പറ, ഇവിടെ പുട്ട് അക്രോസ് ആണ് വന്നത്, പുട്ട് അക്രോസ് എവിടെ, ഹി ഇവിടെ അല്ല കേട്ടോ, സീലല്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ബിയിലാട്ടോ, ബി പുട്ട്
പുട്ട് അക്രോട്ടല്ല പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന്. ഹിസ് വ്യൂസ് ഓൺ ദ റോൾ ഓഫ് ഇന്ത്യൻ വുമൻ ഇൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ. ഹി ഡാഷ് അദ്ദേഹം ഡിസ്ക്രൈബിങ് അല്ലേ. ഹി ഡാഷ് ഡിസ്ക്രൈബിങ് അദ്ദേഹം എന്ത് ചെയ്തു കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ എന്താ വന്ന് ഗോ ഓൺ. ഈ ഗോ ഓണിന്റെ പാസ്റ്റ് എന്താണെന്ന് പറയുക വെൻഡോൺ ആണ് കേട്ടോ. ഗോ ഓണിന്റെ പാസ്റ്റ് എന്താ മക്കളെ വെൻഡോൺ ആണ്. അപ്പൊ അദ്ദേഹം തുടർന്നു എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാ വെൻഡോൺ എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ ഫ്രേസൽ വെർബിൽ എന്തേ തന്നിട്ടുള്ളൂ ഗോ ഓണേ തന്നിട്ടുള്ളൂ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്തോ വെച്ചാൽ മതി പറ ഗോ ഓൺ വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ. ഇനി അടുത്തത് describing how they bravely took part in procession against British. Though British government tried, British government എന്ത് ചെയ്തു ശ്രമിച്ചു എന്തിന് to dash their spirit. എന്താണ് അവരുടെ സ്പിരിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഡൗൺ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പുട്ട് ഡൗൺ അല്ലേ പുട്ട് ഡൗൺ. എവിടെയാണ് പുട്ട് ഡൗൺ ഒക്കെ പണ്ടാറോ ബൈ ദ വേ അർത്ഥം നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? യെസ് ഇവിടെ ഉണ്ടായിക്കൊണ്ടല്ലേ പുട്ട് ഡൗൺ. വെരി ഗുഡ് തൊട്ടടിയിൽ ഉണ്ടാക്കാണ്. ഞാൻ വല്ലാത്തൊരു മനുഷ്യനാട്ടോ. ട്രൈ ടു പുട്ട് ഡൗൺ അല്ലേ പുട്ട് ഡൗൺ. ഇവിടെ ഉത്തരം എന്താ വന്നത് പറ പുട്ട് ഡൗൺ ആണ് വന്നത് എന്ന്. ദ സ്പിരിറ്റ് ദേ അവർക്ക് എന്താ ഉണ്ടായിരുന്നത് പറ they dash the lathi they can't put up with അല്ലേ. അവർക്ക് എന്തെങ്കിലും പുട്ടപ്പ് വിത്ത് എന്താ പുട്ടപ്പ് വിത്ത് പറഞ്ഞാല് സഹിക്കാൻ പറ്റിയില്ല ലാത്തി സഹിക്കാൻ പറ്റിയില്ല എന്ന്. ഇങ്ങനെയാണ് ഉത്തരം എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ എഴുതി പഠിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലേ. നമ്മൾ ബ്ലാങ്ക് എന്ത് ചെയ്യാൻ ഫില്ല് ചെയ്യാൻ അല്ലേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലേ. യൂസിങ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റിൽ തന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഇൻ ഹെർ ഡബിൾ സ്റ്റോറീഡ് സ്റ്റുഡിയോ അല്ലേ. ഇതാണ് എന്ന് പറയുന്നത് അല്ലേ. ദ ഡാഷ് വുമൺ എൻഗേജ്ഡ് ദ സോഫ്റ്റ് സ്പോക്കൺ വുമൺ അല്ലേ. ദ ബി എന്ന് പറയുന്ന ഉത്തരം ഈസിയാണ്. അടുത്ത് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്സ് അല്ലേ. ഫ്രം ഫോർ ഫ്രം ഓഫ് ഇൻ അറ്റ്. ഫോർ പറഞ്ഞ അർത്ഥം എന്താ മക്കളെ വേണ്ടി. ഫോർ എന്ന് പറഞ്ഞ അർത്ഥം നോക്കിക്കോളൂ കേട്ടോ. ഫോറിന്റെ അർത്ഥം നോക്കിക്കോളൂ. ഫോറിന്റെ അർത്ഥം വേണ്ടി. യെസ് ഫോറിന്റെ അർത്ഥം വേണ്ടി. ഞാൻ ഇവിടെ തരുന്നുണ്ട്. വേണ്ടി എന്ന് പറയുന്ന അർത്ഥമാണ്. ഫ്രം എന്ന് പറഞ്ഞാലോ ഇൽ നിന്ന്. എന്താണ് ഇൽ നിന്ന്. ഓഫ് പറഞ്ഞാൽ ഇൻ്റെ. ഇന്ന് പറഞ്ഞാലോ ഉള്ളിൽ അല്ലേ. ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന്. അറ്റ് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലത്ത് എന്നൊക്കെ പറയില്ല നമ്മൾ. അങ്ങനെ ഒരു സ്ഥലത്ത് അത്ത് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. നമ്മൾ അങ്ങനെ പറയുന്ന ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ ഉത്തരം നോക്കിക്കോളൂ. അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഗാന്ധി മേഡ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ. തൻ്റെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്തു പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ മെനി മീറ്റിംഗ്. ക്ലിയർ അല്ലേ ക്ലിയർ മെനി മീറ്റിംഗ്. ഐ ആം നോട്ട് ഹിയർ ടു ബെഗ്. ഞാനിവിടെ യാചിക്കാൻ വന്നതല്ല എന്ത് ഡാഷ് ഇൻഡിപെൻഡൻസ് ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട്. ഞാൻ റിസൾട്ടിന് വന്നതാണ് ലാസ്റ്റ് ഇയർ സഫറിങ്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഡാഷ് വൺ നാഷൻ അല്ലേ. ഡാഷ് വൺ നാഷൻ ടു അനദർ എന്ന് പറയുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻസർ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കണം. ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയോ ഉത്തരം കിട്ടുട്ടോ. ഇനി ഒരുപാടുണ്ടോ 31 32 അല്ലേ. അതോട് തീരാൻ വേണ്ടി പോവാണല്ലോ. യെസ് 30 31 32 അല്ലേ. ഓക്കെ ഇവിടെ എന്താ വന്ന് ഗാന്ധിജി മേഡ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ചെയ്തു അല്ലേ. അറ്റ് മെനി മീറ്റിംഗ് അറ്റ് മെനി എ മീറ്റിംഗ് അല്ലേ. അറ്റ് മെനി എ മീറ്റിംഗ് ഐ ആം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഞാൻ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ വന്ന ആളല്ല. ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ് ഞാൻ ഇതിനു വേണ്ടി യാചിക്കാൻ വന്നതല്ല. ബട്ട് ഐ ഹാവ് കം ഞാൻ വന്നു ആസ് എ റിസൾട്ട് ഓഫ് അല്ലേ. ആസ് എ റിസൾട്ടിന്റെ കൂടുതൽ എന്താ ഉപയോഗിക്കല് ഓഫ് ആണ് കേട്ടോ. ദർ ഇസ് നോ such thing as a gift of independence അല്ലേ. ഇൻഡിപെൻഡൻസ് ഫ്രം nation to the from nation one nation to another എന്ന് പറയുന്ന കേട്ടോ. ഫ്രം വൺ നാഷൻ ടു അനദർ എന്ന് പറയുന്നതാണ് എന്ന്. ക്ലിയർ അല്ലേ. ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടുന്ന ഈസി സാധനമാണ് കേട്ടോ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മാഡം ആൻഡ് മോളോ സ്യൂട്ടബിളി എന്ന് പറയുന്നതാണ്. യു ആർ ഐറിൻ സിസ്റ്റർ. നിങ്ങൾ ഐറിൻ്റെ സിസ്റ്റർ ആണ്. യെസ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെർ. അതെ യു ആർ ഐറിൻ സിസ്റ്റർ. നിങ്ങൾ ഐറിൻ്റെ സിസ്റ്റർ ആണല്ലോ. ആർ ഇൻ ഡി യു എന്താ വന്നത് പറ ആർ ഇൻ ഡി യു. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അടുത്തത് ഷീ ഹാസ് ഗോൺ ഔട്ട് അല്ലേ. ഷീ ഹാസ് ഗോൺ ഔട്ട് അതിന്റെ അടിയിലുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. ഷീ ഹാസ് ഗോൺ ഔട്ട് ഇത് കാണുന്നില്ല അതുകൊണ്ടാട്ടോ. യു ആർ ഐറൻ സിസ്റ്റർ കോമ വരെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ മോളോ യെസ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെർ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഷീ ഹാസ് ഗോൺ ഔട്ട് അവൾ പോയിട്ടുണ്ട്. ഇഫ് യു ഹാഡ് ഇൻ മൈൻഡ് ആ ഒരു സാധനമാണ് അവിടെ വരാനുള്ളത് കേട്ടോ.
അവിടെ വന്നിട്ടില്ല തോന്നുന്നു. ഐ എം റിയലി സോറി. ഇഫ് യു ഹാഡ് ഇൻ ദി മൈൻഡ്, യെസ് ഓക്കെ, ഇഫ് യു ഹാഡ് ഇൻ ദി മൈൻഡ് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട് കേട്ടോ. ഇഫ് യു നോക്കിക്കോളൂ, ഞാൻ ഒന്നും ചെറുതാക്കി ഇവിടെ എഴുതി തരുന്നുണ്ട്. ഇഫ് യു ഹാഡ് ഇൻ ദി മൈൻഡ്, ഇഫ് യു ഹാഡ് ഇൻ ദി മൈൻഡ്, നിങ്ങളെങ്ങാനും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ നമുക്ക് ഇപ്പുറത്ത് എന്ത് വരണം മക്കളെ? വുഡ് ഹാവ് പ്ലസ് V3 വരണം എന്ന് പറയുന്ന ഗ്രാമർ ഉണ്ട്. ആ ഗ്രാമർ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ പറയാൻ വേണ്ടി പോവാട്ടോ. ഇഫ് യു ഹാഡ് and she has gone out. If you don't mind ആട്ടോ, had in the mind അല്ല, സോറി. ബഡ്ഡേ മന്നെ, യെസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആട്ടോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് വിരോധമല്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് വിരോധമല്ലെങ്കിൽ അല്ലേ, പ്ലീസ് കം ഹിയർ, ദയവായി ഒന്ന് പറ, ഇങ്ങോട്ട് വരൂ, പ്ലീസ് കം ഹിയർ, ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുക. ഹെറല്ല കേട്ടോ, ഹിയർ, ഒന്ന് ദയവായി ഒന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. വുഡ് യു മൈൻഡ്, ഇവിടെ വുഡ് യു മൈൻഡിന് ശേഷം എന്ത് ഉപയോഗിക്കണം എന്നറിയോ? നമ്മൾ എപ്പോഴും ഗ്രാമർ പഠിച്ചല്ലോ, വുഡ് യു മൈൻഡിന് ശേഷം എന്ത് ഉപയോഗിക്കണം? ING ഫോം ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു വൺ ഗ്രാമറിൻ്റെ പല ആളുകൾ എന്ത് ചെയ്യില്ല എന്നറിയോ? ഈ വുഡ് യു മൈൻഡ് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കണം. അവൾ ലേറ്റ് ആവുന്ന പറയുന്നത് അല്ലേ, വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ ഹെർ അല്ലേ, വെയിറ്റിംഗ് അല്ലേ, വുഡ് യു മൈൻഡിന് ശേഷം ING ഉപയോഗിക്കുന്നു. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ്, വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ആണ് വന്നത് കേട്ടോ. വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കണം എന്ന്. ഇനി അവിടെ എന്തും കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടോ. അടുത്തത് നോ ഐ ഡോണ്ട് മൈൻഡ് ബട്ട് ഷീ മൈറ്റ് ബി ലേറ്റ്, യു ഹാഡ് ബെറ്റർ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലേ, ഇവിടെ തൊട്ടടിയിൽ എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം. വുഡ് യു മൈൻഡിന് ശേഷം എന്ത് ഉപയോഗിക്കണം? ING പോലെ ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം എന്ന് പറയുന്ന റൂൾ ഉണ്ട് കേട്ടോ. അപ്പൊ യു ഹാഡ് ബെറ്റർ ഗോ ഹോം, യു ഹാഡ് ബെറ്റർ എന്താണ് പറ? ഗോ ഹോം ആണ്. തൊട്ട് അടിയിൽ നിർത്ത് മേൽക്ക് എഴുതിയാൽ മതി കേട്ടോ. നോ ദ ഡോഗ്സ് വോണ്ട് ബൈറ്റ് യു, ഒരിക്കലും ഡോഗ്സ് എന്നെ ബൈറ്റ് ചെയ്യില്ല എന്ന്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഫോർമാറ്റ് എന്താ മക്കളെ? ആസ്മോ എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. ആദ്യം ഓക്സിലറി വെർബ് അല്ലേ, വില്ല്, ഈ വില്ല് എടുത്തിട്ട് ഇപ്പുറത്തിട്ടാൽ മതി അല്ലേ. വിൽ ദ ഡോഗ്സ് ബൈറ്റ് മീ, വിൽ ദ ഡോഗ്സ് ബൈറ്റ് മീ, എന്നെ ഈ ഡോഗ്സ് എന്ത് ചെയ്യോ? കടിക്കോ എന്ന്. വിൽ ദ ഡോഗ്സ് ബൈറ്റ് മീ, കടിക്കോ? അപ്പൊ ഇല്ലന്ന് കേട്ടോ. ഇനി നോക്കിക്കോളൂ, മൈ ഫാദർ ടുക്ക് മീ ടു സ്കൂള്, അത് കഴിഞ്ഞു. റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. മൈ ഫാദർ ടുക്ക് മീ ടു സ്കൂള്, ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി, എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ഓപ്പൺ ആയിട്ട് വെല്ലുവിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മൈ ഫാദർ ടുക്ക് മീ ടു സ്കൂള് അല്ലെ, എൻ്റെ ഫാദർ എന്നെ എന്ത് ചെയ്തു? സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ ടുക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് അല്ലേടാ, പാസ്റ്റ് ആയതുകൊണ്ട് ഐ വാസ് ടേക്കൺ. എങ്ങനെയാ പറയാ? ഐ വാസ് ടേക്കൺ ടു സ്കൂൾ, ടു സ്കൂൾ, എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ആര്? ബൈ മൈ ഫാദർ, ബൈ മൈ ഫാദർ. ക്ലിയർ അല്ലേ? ഐ വാസ് ടേക്കൺ ടു സ്കൂൾ ബൈ മൈ ഫാദർ. അടുത്തത് ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി, മൈ ഫാദർ വാസ് ചലഞ്ചഡ് ബൈ മീ. എങ്ങനെ പറയാ? മൈ ഫാദർ, നോക്കൂ, മൈ ഫാദർ വാസ് ചലഞ്ചഡ്, നോക്കൂ, ചലഞ്ചഡ് നോക്കിക്കോളൂ കേട്ടോ. ചലഞ്ചഡ് ബൈ മീ എങ്ങനെ വരിക? ഓപ്പൺലി, ഓപ്പൺലി. ക്ലിയർ? ശ്രദ്ധിക്കണേ മക്കളെ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യത്തിന് ഉത്തരം എഴുതല് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 72+ മാർക്കൊക്കെ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടും. ഒരു പ്രതീക്ഷ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ ഉത്തരം ഇന്ന് രാത്രിത്തെ ലൈവിൽ ഞാൻ പറയുന്നതാണ്. കാണാം നമുക്ക് രാത്രി 7:00. See you there.